അങ്ങനെ ഒരു മാരക ട്വിസ്റ്റ് വരികയാണ്. സുജാത തന്നെയായിരിക്കുമോ കൃഷിന്റെ യഥാർത്ഥ അമ്മ? ഇന്നത്തെ എപ്പിസോഡിൽ അന്നേരം കാണിക്കുന്നത് വരുണെ മാനസികയുടെ അച്ഛൻ നേരിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞ് മാനസിക്കൊപ്പം വരുണും അച്ഛനെ കാണാൻ ചെല്ലുകയാണ്. തുറന്നു കാണിക്കുന്ന കൺമണിയാണ്. കൃഷാണ് വിളിക്കുന്നത്. ഫോൺ എടുത്ത ശേഷം കൺമണിയോട് കൃഷ് നല്ല ടെൻഷനോടുകൂടി, കൺമണി നീ ഇപ്പോൾ എവിടെയാണ്, എനിക്ക് നിന്നെ എത്രയും പെട്ടെന്ന് അത്യാവശ്യമായി ഒന്ന് കാണണം എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി ഒന്ന് പേടിക്കുകയാണ്. തുറന്ന് കൺമണി ഞാൻ ഇപ്പോൾ തന്നെ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. തുറന്ന് കൺമണി വേഗം തന്നെ ദേവ്ജിയുടെ അടുത്ത് പോയിട്ട് കൃഷി വിളിച്ച് പറഞ്ഞ ഈ കാര്യത്തെ കുറിച്ച് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ദേവ്ജിയോ ഒന്ന് ടെൻഷൻ ആവുകയാണ്. എങ്കിൽ പിന്നെ ഞാനും കൺമണിക്കൊപ്പം വരാം എന്ന് പറയുകയാണ്. തുറന്ന് കൺമണി കൃഷ് സാർ താഴെ തന്നെ ഉണ്ടെന്ന് പറയുകയാണ്. തുറന്ന് ദേവ്ജി അങ്ങനെയാണെങ്കിൽ എന്തോ വളരെ അത്യാവശ്യമായ ഒരു കാര്യം തന്നെയായിരിക്കും, ഗുരുതരമായ ഒരു കാര്യം തന്നെയായിരിക്കും. അല്ലാതെ കൃഷ ഓഫീസിന്റെ പുറത്ത് വന്നിട്ട് കൺമണിയോട് ഇങ്ങനെയൊന്നും പറയില്ല. ഞാനും എന്തായാലും കൺമണിക്കൊപ്പം വരാമെന്ന് പറയുകയാണ്. എന്നല്ല ഈ സമയത്ത് ദേവ്ജിക്ക് ഒരു കോൾ വരികയാണ്. തുറന്ന് കൺമണിയോട് പൊയ്ക്കോളാൻ പറയുകയാണ് ദേവ്ജി. തുറന്ന് കൺമണി ഒറ്റയ്ക്ക് കൃഷ്ണന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. തുറന്ന് കാണിക്കുന്ന മാനസിയാണ്. മാനസ വരുണിയും കൂട്ടിക്കൊണ്ട് തന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് വീടിന്റെ മുറ്റത്തുള്ള ചെടികൾ നനച്ചുകൊണ്ട് നിൽക്കുകയാണ് ഹേമ. തുറന്ന് വരുൺ വന്നിട്ട് അമ്മയുടെ അടുത്ത് പോയിട്ട് പരിചയപ്പെടുകയാണ്. എന്നെ മനസ്സിലായോ? ഞാനാണ് കോടീശ്വരനായ വരുൺ. എന്റെ കയ്യിൽ ഒരുപാട് കോടികളുണ്ട്. തുറന്ന് മാനസ പിന്നെ വരുണോട് വരുൺ എന്താണ് കുടിച്ചതെന്ന് ചോദിക്കുകയാണ്. ചായ വേണോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് വരുൺ പുച്ഛഭാവത്തിൽ എനിക്ക് ചായയും കാപ്പിയൊന്നും വേണ്ട, ഞാൻ സാധാരണ എന്നും രാവിലെ പാല് കുങ്കുമപ്പൂട്ടാണ് കുടിക്കാറ് എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഹേമ വരുണയെ ഒന്ന് കളിയാക്കുകയാണ്. ഇവിടെ കുങ്കുമപ്പൂവൊന്നുമില്ല, വേണമെങ്കിൽ ഈ നിൽക്കുന്ന റോസപ്പൂ ഇട്ട് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞ് കളിയാക്കുകയാണ്. തുറന്ന് വരുൺ പിന്നെ ഹേമയോട് ആന്റി ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് നിങ്ങളെ ഒന്നും തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അത് വിഷമമാകില്ലേ, കുറ്റബോധം തോന്നില്ല? എന്നാൽ അത് കേട്ട് ഹേമ എനിക്കൊരു ചുക്കും തോന്നില്ല, എനിക്കൊരു വിഷമവും ഇല്ല എന്ന് പറയുകയാണ്. തുറന്ന് മാനസ പിന്നെ അമ്മയോട് അമ്മ പോയിട്ട് വരുണ് എന്തെങ്കിലും ജ്യൂസ് എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞ് ഹേമയെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ജയമോഹൻ വരികയാണ്. തുറന്ന് വരുൺ ജയമോഹനെ പരിചയപ്പെടുകയാണ്. ഞാനാണ് കോടീശ്വരനായ വരുൺ. എന്നാൽ വരുണിന്റെ മേക്കപ്പും ആ സ്വർണ്ണാഭരണങ്ങളെല്ലാം കണ്ട് ജയമോഹൻ വരുൺ ആദ്യമേ തന്നെ ഒന്ന് കളിയാക്കുകയാണ്. വരുൺ ഒരു സ്വർണ്ണക്കടയുമായിട്ടാണോ നടക്കുന്നതെന്നൊക്കെ ചോദിച്ച് കളിയാക്കുകയാണ്. തുറന്ന് വരുണിന്റെ ഒരു തള്ളിമറക്കിലാണ്. എന്റെ കയ്യിൽ അതുണ്ട്, എന്റെ കയ്യിൽ കോടിയുണ്ട്, എന്റെ കയ്യിൽ സ്വർണ്ണമുണ്ട് എന്നൊക്കെ പറഞ്ഞു വലിയ രീതിയിലുള്ള തള്ളിമറക്കിലാണ്. എന്നാൽ അതൊക്കെ കേട്ട് ജയമോഹന് എന്തൊരു പന്തിക്കേട് തോന്നുകയാണ്. തുറന്ന് ജയമോഹൻ മാനസിയെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ്. തുറന്ന് കാണിക്കുന്ന കൺമണി നേരെ കൃഷ്ണന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃഷ്ണ കൺമണിയെ ഒന്ന് കളിപ്പിക്കുന്നതിന് വേണ്ടി ബോധമില്ലാത്ത പോലെ ചത്ത പോലെ കാറിൽ ഇരുന്ന് അഭിനയിക്കുകയാണ്. തുറന്ന് കൺമണി വന്ന് ഡോറിൽ തട്ടുമ്പോൾ കൃഷി വിളി കേൾക്കാത്ത പോലെ ഇരിക്കുകയാണ്. എന്നാൽ അത് കണ്ട് കൺമണിക്ക് ആകെ ടെൻഷൻ ആവുകയാണ്. തുറന്ന് കൺമണി ഡോർ തുറക്കുമ്പോൾ കൃഷി താഴെ വീഴുന്ന പോലെ അഭിനയിക്കുകയാണ്. എന്നാൽ അതുകൂടി കണ്ടതോടുകൂടി കൺമണി വീണ്ടും പേടിക്കുകയാണ്. കൺമണി നിലവിളിച്ചുകൊണ്ട് സാറേ സാറേ എന്ന് കുരുക്കി വിളിക്കുകയാണ് കൃഷ്ണ. എന്നാൽ ഈ സമയത്ത് കൃഷി കണ്ണ് തുറന്ന് കൺമണിയോട് പറ്റിച്ചേ എന്ന് പറയുകയാണ്. എന്നാൽ അത് കണ്ട് കൺമണിക്ക് നല്ല ദേഷ്യം വരികയാണ്. അത് ശരി, ഈ വട്ട് കാണിപ്പിക്കുന്നതിന് വേണ്ടിയാണോ എന്നോട് എത്രയും പെട്ടെന്ന് തന്നെ വരണമെന്ന് പറഞ്ഞ് എന്റെ ടെൻഷൻ അടുപ്പിച്ചെന്ന് ചോദിച്ചുകൊണ്ട് കൺമണി നല്ല ദേഷ്യത്തിൽ കൃഷ്ണന്റെ നേർക്ക് ചാടി കടിക്കാൻ നിൽക്കുകയാണ്. തുറന്ന് കൃഷി പിന്നെ കൺമണിയോട് നീ ടെൻഷനായില്ലേ, ഞാൻ ചത്തുപോയെന്ന് കരുതി നീ ടെൻഷനായില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇതും പറഞ്ഞുകൊണ്ട് കൃഷ്ണ കൺമണിയുടെ കവിളിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ്. എന്നാൽ കൺമണി നല്ല കലിപ്പിലാണ്, നല്ല ദേഷ്യത്തിലാണ്. തുറന്ന് കൺമണി തിരിഞ്ഞെന്ന് കൃഷ്ണയോട് പിണങ്ങുകയാണ്. തുറന്ന് കൺമണി പിന്നെ കൃഷ്ണയോട് എന്തിനാണ് എന്നെ അത്രയും അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത് വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. തുറന്ന് കൃഷി എന്റെ മനസ്സിൽ ഒരുപാട് ഐഡിയകൾ തോന്നി, അത് നിന്നോട് പറയണം, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി വീണ്ടും കൃഷ്ണയെ ഒന്ന് കളിയാക്കുകയാണ്. ഉവ്വ, ഈ മനസ്സിൽ ഒരുപാട് ഐഡിയ തോന്നുമെന്ന് എനിക്ക് മനസ്സിലായി, ചുമ്മാ വേല ഇറക്കല്ല സാറേ. തുറന്ന് കൃഷി അയ്യോ കൺമണി ഞാൻ ഒരുപാട് ചിന്തിച്ചു കൂട്ടി, എന്റെ മനസ്സ് ആകെ സാച്ചുറേറ്റഡ് ആയി, അതുകൊണ്ട് മനസ്സൊന്ന് റിഫ്രഷ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ വന്നതാണ്. ഇപ്പോൾ നിന്നെ ഒന്ന് കണ്ടപ്പോൾ ഞാനൊന്ന് ചാർജായി, ഇനി ഞാൻ പൊയ്ക്കോളാം എന്ന് പറയുകയാണ്. കൺമണി ഓഫീസ് വിട്ട് വൈകിട്ട് എന്നെ വന്ന് കാണണമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി സാറ് വേഗം തന്നെ പൊയ്ക്കോ, ഇനി ഞാൻ വരുന്നത് വരെ സാറ് അനങ്ങരുതെന്ന് പറയുകയാണ്. ഇരുന്നോട് തന്നെ ഇരിക്കണം, വേഗം പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണ അവിടുത്തെ പറഞ്ഞു വിടുകയാണ്. തുറന്ന് കാണിക്കുന്ന ജയമോഹനാണ്. ജയമോഹൻ മാനസിയെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ്. ഈ വരുണിന്റെ മട്ടും പാവും കണ്ട് പണി പാളുമോ എന്ന് എനിക്കൊരു സംശയം, നീ പറഞ്ഞൊക്കെ ഉള്ളതാണോ എന്ന് ചോദിക്കുകയാണ്. വരുണിന്റെ കയ്യിൽ വല്ല കൂറയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അലിക ഏറ്റെടുക്കാനുള്ള പണം വരുണിന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് മാനസ ഉവ്വച്ച, വരുണിന്റെ മട്ടും പാവും നോക്കണ്ട, വരുൺ ഒരു മണ്ടനാണ്, വരുണിന്റെ കയ്യിൽ ഒരുപാട് കോടികളുണ്ട്, സാഗറിനെ കൊടുത്തൊഴിവാക്കാൻ വരുണിന്റെ കയ്യിൽ കോടികളുണ്ട് എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ജയമോഹൻ എങ്കിൽ പിന്നെ നീ ആ വരുണെ ഇങ്ങോട്ടൊന്ന് വിളിക്കാൻ പറയുകയാണ്. തുടർന്ന് ജയമോഹനും വരുണും മുഖാമുഖം ഇരുന്ന് സംസാരിക്കുകയാണ്. ബിസിനസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്.
ഈ സമയത്ത് മാനസ അകത്തേക്ക് കയറി പോവുകയാണ്. തുറന്ന് ജയമോഹനോട് പിന്നെ വരുൺ, എനിക്കിപ്പോൾ അങ്കിളുടെ സിറ്റുവേഷൻ എല്ലാം അറിയാം, അലിക തകർന്ന് തരിപ്പണമായല്ലേ, അങ്കിളിനെയും മാനസയും അലിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കാൻ പോവുകയാണല്ലേ. എന്നാൽ അത് കേട്ട് ജയമോഹൻ, നീ കേട്ടതൊക്കെ ശരി തന്നെയാണ്, ഞാനിപ്പോൾ നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് മറ്റൊരു കാര്യം പറയാനാണ്. നിനക്ക് അലികയുടെ പാർട്ട്ണർ ആകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നീ കാര്യം പറഞ്ഞ് അലിക വാങ്ങുന്നതിന് വേണ്ടി സാഗറിന്റെ മുന്നിലേക്ക് പോയ കാര്യമൊക്കെ എനിക്കറിയാം, നീ അത് ആത്മാർത്ഥമായി പറഞ്ഞു തന്നെയാണോ? അലിക വാങ്ങാൻ നിനക്ക് ശരിക്കും പ്ലാൻ ഉണ്ടോ, അതിനുള്ള സോഴ്സ് നിനക്കുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് വരുൺ നെഞ്ചും പിരിച്ചുകൊണ്ട്, അതെന്താണ് അങ്കിൾ അങ്ങനെയൊക്കെ പറഞ്ഞത്, ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു തന്നെയാണ്, അലിക വാങ്ങാൻ എനിക്ക് പ്ലാൻ ഉണ്ട്, നിങ്ങൾ എനിക്ക് അലിക തരുമോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ജയമോഹൻ, അതിനും മാത്രം പൈസ തന്റെ കയ്യിൽ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് വരുൺ, പിന്നെ അതില്ലാതെ പിന്നെ ഞാൻ അലിക വാങ്ങാൻ സാഗറിന്റെ അടുത്തേക്ക് ചെല്ലുമോ എന്ന് ചോദിക്കുകയാണ്. എന്നെ നോക്കണ്ട, എന്റെ പിന്നിൽ ഒരുപാട് പേരുണ്ട്, എന്റെ സുഹൃത്തുക്കളുണ്ട്, ഞാൻ പറഞ്ഞാൽ അവരെത്ര കോടികൾ വേണമെങ്കിലും ഇറക്കും. എന്നാൽ അത് കേട്ട് ജയമോഹൻ സന്തോഷമാവുകയാണ്. തുടർന്ന് ജയമോഹൻ പിന്നെ വരുണോട്, എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊന്നിക്കാം, നിനക്ക് ഞാൻ അലിക തരാം, നീ അലികയുടെ പാർട്ട്ണർ ആയിക്കോളാൻ പറയുകയാണ്, നമുക്ക് സാഗറിനെ പുറത്താക്കി നിന്നെ ഞാൻ അലികയുടെ പാർട്ട്ണർ ആക്കാമെന്ന് വാഗ്ദാനം കൊടുക്കുകയാണ്. എന്നാൽ അത് കേട്ട് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് വരുൺ. തുടർന്ന് വരുൺ അപ്പോഴും സംശയം മാറുന്നില്ല, സത്യമായിട്ട് നിങ്ങൾ എന്നെ കളിയാക്കുകയല്ലോ. തുടർന്ന് ജയമോഹൻ, ഞാൻ കാര്യമായിട്ട് തന്നെയാണ് പറഞ്ഞത്, ആ ഫണ്ട് അറേഞ്ച് ചെയ്യാൻ സാധിച്ചാൽ നിന്നെ അലികയുടെ പാർട്ട്ണറാക്കി സാഗറിനെ അലിയിൽ നിന്ന് ഒഴിവാക്കും. എന്നാൽ അതെല്ലാം കേട്ട് സന്തോഷത്തോടുകൂടി വീണ്ടും സ്വപ്നം കാണാൻ ആരംഭിക്കുകയാണ് വരുൺ. തുറന്നു കാണിക്കുന്ന കൺമണിയാണ്. കൺമണി ഓഫീസ് വിട്ട് നേരെ പോകുന്നത് ആ മറിയ ചേച്ചിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. തുറന്ന് മറിയ ചേച്ചി വാതിൽ തുറന്ന് കൺമണിയോട് അകത്ത് വന്നിരിക്കാൻ പറയുകയാണ്. ഞാൻ കാപ്പി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് കൺമണി ആ മേശപ്പുറത്തിരിക്കുന്ന ഒരു വൗച്ചർ കാണുകയാണ്, റെസീറ്റ് കാണുകയാണ്. തുടർന്ന് കൺമണി അത് എടുത്തു നോക്കുമ്പോൾ 3500 രൂപ കൺമണിയുടെ പേരിൽ ഒരു ഓർഫനേജിന് ഡൊണേഷൻ കൊടുത്തതാണ് കൺമണി കാണുന്നത്. അത് കണ്ട് കൺമണി ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. തുറന്ന് മറിയ ചേച്ചി വരുമ്പോൾ കൺമണി അതെടുത്തിട്ട് അവർക്ക് നേരെ നീട്ടി, ഇതെന്താണ് സംഭവം എന്ന് ചോദിക്കുകയാണ്. തുറന്ന് മറിയ ചേച്ചി പിന്നെ കൺമണിയോട്, ഞാൻ ഒരു ഓർഫനേജിന് ഒരു 3500 രൂപ ഡൊണേഷൻ കൊടുത്തു, അത് ഞാൻ കൺമണിയുടെ പേരിലാണ് കൊടുത്തത്, ഇനി അതിന്റെ പേരിൽ വല്ല പുണ്യം കിട്ടുന്നെങ്കിൽ അത് മോൾക്ക് തന്നെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണിക്ക് സന്തോഷമാവുകയാണ്. തുടർന്ന് മറിയ ചേച്ചി പിന്നെ കൺമണിയോട് വിശേഷങ്ങളെല്ലാം ചോദിച്ചറിയുകയാണ്. കൺമണി എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. തുടർന്ന് കൺമണി, ഞാൻ അലികയിലെ സ്റ്റാഫാണെന്ന് പറയുകയാണ്. എന്നാൽ അലിക എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മറിയ ചേച്ചി ഒന്ന് ഞെട്ടുകയാണ്. എന്ത് അലികയോ ഒന്ന് ഞെട്ടലോടുകൂടി ഇങ്ങനെ ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി, അതെ അലിക. തുറന്ന് മറിയ ചേച്ചി സാഗർ എന്ന പേര് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി ഒന്ന് ഞെട്ടുകയാണ്. അമ്മയ്ക്ക് സാഗറിനെ അറിയുമോ എന്ന് ചോദിക്കുകയാണ്. സാഗർ സാറിനെ അറിയുമോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് മറിയ ചേച്ചി, എനിക്ക് പേരൊന്നും അറിയില്ല, എനിക്ക് അവരെയൊന്നും അറിയില്ല എന്ന് പറയുകയാണ്. കള്ളം പറഞ്ഞതാണെന്ന് മനസ്സിലാകുകയില്ല. തുറന്ന് മറിയ ചേച്ചി കൺമണിയുടെ വിശേഷം തന്നെയാണ് ചോദിക്കുന്നത്, അലികയിലെ വിശേഷം തന്നെയാണ് ചോദിക്കുന്നത്. മോൾ ഒരുപാട് നാളായോ അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? എന്നാൽ അത് കേട്ട് കൺമണി, ഓ അമ്മേ, ഞാൻ അവിടെ ഒരുപാട് നാളായി വർക്ക് ചെയ്യാൻ ആരംഭിച്ചിട്ട്, പിന്നെ അവിടെ എനിക്ക് മറ്റൊരു ബന്ധം കൂടിയുണ്ട്, സാഗർ സാറിന്റെ മകനുമായിട്ട് എന്റെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അലികയുടെ CEO ആണ് സാഗർ സാറിന്റെ മകൻ ക്രിഡ് സാറ്, ഞങ്ങളുടെ വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. എന്നാൽ അത് കേട്ട് മറിയ ചേച്ചി പിന്നെ കൺമണിയോട്, അതെന്തായാലും നന്നായി, എന്തെങ്കിലും മോളിങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ ആ പയ്യനീ കൂട്ടിക്കൊണ്ട് വരണേ എന്ന് പറയുകയാണ് മറിയ ചേച്ചി. എന്നാൽ അത് കേട്ട് കൺമണി ചിരിച്ചുകൊണ്ട്, അതിനെന്താ അമ്മേ, ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ക്രിഡ് സാറിന് ഇങ്ങോട്ട് വിളിച്ചു വരുത്താമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് മറിയ ചേച്ചി, അയ്യോ അത് വേണ്ട, പിന്നീട് എപ്പോഴെങ്കിലും മതി എന്ന് പറയുകയാണ്. തുടർന്ന് കൺമണി അവിടുന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ മറിയ ചേച്ചി കൺമണിയെ വീണ്ടും വിളിച്ചിട്ട് കൃഷ്ണന്റെ കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഇനി വരുമ്പോൾ കൃഷ്ണി കൂട്ടിക്കൊണ്ടു വരുന്ന കാര്യം മോള് മറക്കരുത്, ആ പയ്യനി കൂട്ടിക്കൊണ്ടു വരണേ എന്ന് പറയുകയാണ് മറിയ ചേച്ചി. എനിക്ക് അവനെ ഒന്ന് കണ്ടേ പറ്റൂ എന്ന് സങ്കടത്തോടുകൂടി പറയുകയാണ് മറിയ ചേച്ചി. എന്നാൽ ഈ നിമിഷം വരെയും കൺമണിക്ക് ഇതിൽ യാതൊരു സംശയവും തോന്നിയിട്ടില്ല. ഈ മറിയ ചേച്ചി ഒരു നേഴ്സാണെന്നാണ് പറഞ്ഞത്. സുജാത പ്രസവിച്ച ജീവനുള്ള കുഞ്ഞിനെ മാറ്റി അവിടെ ജീവനില്ലാത്ത കുഞ്ഞിനെ വെച്ച് ജീവനുള്ള കുഞ്ഞിനെ അനാഥാലയത്തിന് കൈമാറിയത് ഒരു പക്ഷെ ഈ മറിയ ചേച്ചിയായിരിക്കാം. അങ്ങനെയാണെങ്കിൽ കൃഷ്ണന്റെ യഥാർത്ഥ അമ്മ സുജാതയുമായിരിക്കാം. സുജാത പ്രസവിച്ച കുഞ്ഞ് മരിച്ചു പോയെന്നുള്ള വിവരം മാത്രമേ സാഗറിന് അറിയൂ. ഇതുപോലെയൊക്കെയാണ് വരാൻ പോകുന്നതെങ്കിൽ വരുന്നത് ഒരു മാരക ട്വിസ്റ്റ് ആയിരിക്കും. തുറന്ന കൺമണി ഓഫീസ് വിട്ട് നേരെ തന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണെന്നാൽ ഈ സമയത്ത് വീട്ടിലെത്തിയ കൺമണി അവിടുത്തെ ശബ്ദമെല്ലാം കെട്ടി ഞെട്ടി നിൽക്കുകയാണ്. അമ്മായിമാര് 3 പേരും ഉറക്കെ നാമം ജപിച്ചിങ്ങനെ പ്രാർത്ഥിക്കുന്ന കാഴ്ചയാണ് കൺമണി കാണുന്നത്. തുറന്ന് കൺമണി നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. തുറന്ന് കൺമണി അച്ഛനോട്, ഇതെന്താണ് അച്ഛാ ഞാൻ കേൾക്കുന്നത്? തുറന്ന് ശ്രീനി, നേരം കുറേ ഇവര് 3 പേരും ഇത് തുടങ്ങിയിട്ട് എന്തു പറ്റിയോ എന്തോ. തുറന്ന് കൺമണി നേരെ അമ്മായിമാരുടെ മുറിയിലേക്ക് ചെല്ലുകയാണെന്നാൽ ഈ സമയത്ത് 3 പേരും നാമം ജപിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. തുറന്ന് കൺമണി അവരെ വിളിക്കുകയാണ്. ഇത് എന്തിന്റെ പുറപ്പാടാണെന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ 2 പേരും ഇപ്പോൾ സത്യഭാമ അമ്മായി
മാനസിക്കൊപ്പം ചേർന്നൊന്ന് ചോദിക്കുകയാണ്. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ 3 പേരും ഇങ്ങനെ ഇവിടെ താമസിക്കണമെന്നില്ല, 3 പേരും വല്ല ആശ്രമത്തിലേക്ക് പൊയ്ക്കോളാൻ പറയുകയാണ് ശ്രീനി. എന്നാൽ അത് കേട്ട് ബാക്കി 2 അമ്മായിമാരും ഞെട്ടുകയാണ്. തുടർന്ന് അവർ 2 പേരും, അയ്യോ ചേട്ടാ, ഞങ്ങളിത് വെറുതെ തമാശക്ക് പാടിയതാണ്, ഞങ്ങളൊന്നും ആശ്രമത്തിലേക്ക് പോകുന്നില്ല, ഞങ്ങൾ ഇത് വെറും തമാശക്ക് ചെയ്തതാണെന്ന് പറയുകയാണ്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.